ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ടിഫിനായിട്ടും കൊടുത്തു വിടാം. കറിയൊന്നും ഇല്ലാതെ നമുക്കത് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഹെൽത്തി മയോണൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നിറയെ ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത്. നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന പയറാണ് കേട്ടോ. ഇതൊരു 3 മണിക്കൂർ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തി വയ്ക്കാം. ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കാസറോളിൽ വെച്ച് അടച്ചു വെച്ചാലും മതിയാവും. തലേ ദിവസം നമുക്ക് വെള്ളത്തിലിടാവുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അതാ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തവണ ഒന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഏറ്റവും കുറഞ്ഞതൊരു 3 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം നോക്കാം. ഇത് ഏറ്റവും കുറഞ്ഞ സമയമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് വാർത്തെടുക്കണം. അപ്പോൾ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. വാർത്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അരച്ചെടുക്കരുത്, ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. വെള്ളം ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ കുതിർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരികയും ചെയ്യും. ഇനി ഇതിലേക്ക് ഞാനിവിടെ പെരുംജീരകം 1/2 സ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ പെരുംജീരകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആവശ്യമാണെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഒതുക്കിയെടുക്കുന്ന പോലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മളത് ദൂരെ യാത്രയ്ക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോകാം. ഓഫീസിൽ കൊടുത്ത് വിടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കിലോൻ്റെ പകുതി മാത്രം കാബേജ് എടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ. ഒരുപാട് കൂടുതലായി പോകരുത്. ഞാൻ അത്രയും ചെറിയൊരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു സവാള, വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഏതാണ്ട് ഒരു 3 പിടിയോളം ഉണ്ടാവും കേട്ടോ. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല മണമാണ്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ഞാനിവിടെ 1/2 സ്പൂണോളം ചതച്ച ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ. അരിപ്പൊടി നമുക്ക് ആദ്യം ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഈ ഒരു ചെറുപയർ പരിപ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. കയ്യിൽ നല്ലോണം ഒന്നിങ്ങനെ ഒട്ടിപ്പിടിക്കും. നോക്കിയിട്ട് വേണം നമുക്ക് അരിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇത് നന്നായിട്ടത് മിക്സായി വരുന്ന വരെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല മണമാണ് ഇതിനെ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഡ്രൈ ആയി പോകരുത്. നമ്മൾ സാധാരണ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, ആ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 2-3 സ്പൂണ് മാത്രം മതി ഈ ഒരു അരിപ്പൊടി. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡായിട്ട് ഇരിക്കരുത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൈ കൊണ്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ മിക്സ് ചെയ്താൽ അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കൈക്ക് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പിടിച്ച് ആ ഒരു രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ വരുള്ളൂ. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കൈയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ. നമുക്ക് ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നമ്മൾക്ക് ഒത്തിരി പണിയൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ചപ്പാത്തിയുടെ മാവ് ഉരുട്ടിയെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളിത് ദോശത്തവ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയിലോ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലിട്ടാണ് പരത്തുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാനിവിടെ അടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ അടയൊക്കെ പരത്തില്ലേ, അതുപോലെയാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഈ നമ്മൾ ചെറുപയർ പരിപ്പ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കിയിട്ട് ഇങ്ങനെ
പരത്തിയെടുക്കാം. അതല്ല ഇങ്ങനെ പേടിയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ചെയ്തെടുക്കാൻ ഒരു കവർ വെച്ചിട്ട് ഒരു പ്ലേറ്റിൻ്റെ മേലെ പരത്തിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. ഞാനിങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് രണ്ടിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദോശത്തവയിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചുറ്റിലൊന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ചെറുപയർ പരിപ്പിന് അത്ര വലിയ വേഗമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ പണ്ടൊക്കെ ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കി തരാറില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഗോതമ്പ് വെച്ച് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ കൈപ്പത്തിരി ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ ഇതുപോലെ ഇടയിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കളറ് മാറുന്ന രീതിയിലൊന്ന് ആയി വരട്ടെ. അപ്പോൾ അതാ ആയി വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. ഇങ്ങനെ പരത്തി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളരുത്. രണ്ടാമത്തത് ഇടയിലിടയിലൊക്കെ ഇതുപോലെ വെള്ളം ഒന്നിങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ പരത്താവൂ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല രുചിയാണ്. നമ്മൾ പരിപ്പോടൊക്കെ കഴിക്കില്ലേ, അതുപോലെയാണ്. അതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇളകി വരും. അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ എടുക്കാം. ഇതിലേക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ഞാനിവിടെ ഒരു 2 പിടിയോളം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ വെള്ളമാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ചെറിയൊരു ബൗളിലേക്ക്. ഇത്രേ വേണ്ടുള്ളൂ, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. ഈ ഒരു കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ. അപ്പോൾ വെള്ളം നമ്മളിത് തിളപ്പിക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫിൽറ്റർ ചെയ്ത വെള്ളം അല്ലെങ്കിൽ ചൂടാറിയ വെള്ളമൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അതിന് പകരം ഒരു 1/2 സ്പൂണോളം അല്ലെങ്കിൽ ഒരു 3/4 സ്പൂണോളം ടൊമാറ്റോ സോസും ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മയോണൈസ്. നല്ല രുചിയാണ്, നല്ല മണമാണ്. കാലത്ത് ഇതുപോലെയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയും അതുപോലെ മയോണൈസൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം ജോലി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ മിക്കവാറും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. മയോണൈസ് ഇല്ലാതെ തന്നെ ഇത് ടിഫിനിലാക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഈ മയോണൈസ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെ മാച്ചാവും കേട്ടോ. ഇതുപോലെ കാഷ്യൂനട്ട് വെച്ചിട്ട് ഇങ്ങനൊരു മയോണൈസ്. അപ്പോൾ നമ്മളിവിടെ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഞാനത് വേറെ എന്ത് വരും, ഒരു ദോശയാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കൂടുതൽ അരിഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത് ഒരുപാട് ഇങ്ങനെ തിന്നായിട്ടിരിക്കില്ല, കുറച്ച് കട്ടിയിലാണ് ഇരിക്കുക, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കിതിൽ കൂടുതൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന വീഡിയോയുടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.